സത്യമല്ലേ അവര് പറഞ്ഞത്? ആ കുട്ടി നിങ്ങളുടെ അല്ലേ? നിങ്ങളുടെ എല്ലാം ഉറപ്പുണ്ടെങ്കിൽ മാത്രം അകത്തേക്ക് കയറിയാൽ മതി. അന്ന് പോയതാ ഈ മനുഷ്യൻ. ആ ദുരന്തത്തിന് ഞാൻ മാത്രം സാക്ഷിയായി. ആ കുട്ടിയാണ് നീയെന്ന് ഞാൻ എന്തെങ്കിലും പറഞ്ഞു? എന്റെ സ്വന്തം മോളേക്കാൾ ഞാൻ നിന്നെ സ്നേഹിച്ചില്ലേ? ആ എന്റെ സ്വഭാവം പോലും നിനക്കിപ്പോ സംശയമല്ലേ? നിനക്കറിയോ, ഈ 18 വർഷത്തിനിടയിൽ ഒരു നയാ പൈസ പോലും ഈ നിൽക്കുന്ന മനുഷ്യൻ അയച്ചു തന്നിട്ടില്ല. ഈശ്വരാധീനത്താൽ എന്റെ അച്ഛനപ്പൂപ്പന്മാരുണ്ടാക്കി വെച്ചതുകൊണ്ട് എനിക്ക് നിങ്ങളെ നിങ്ങളുടെ ഇഷ്ടത്തിനൊത്ത് വളർത്താൻ പറ്റി. ഇല്ലെങ്കിൽ ആ സ്ത്രീയുടെ ഗതി എനിക്കും വരില്ലായിരുന്നോ? പറയൂ മോളെ. നിന്റെ നല്ല തോർത്തിട്ട് അമ്മ ഇതൊക്കെ ചെയ്തത് അച്ഛനോട് ചേർന്ന് എന്നെ തോൽപ്പിക്കാനാണെങ്കിൽ വേണ്ട, പൊയ്ക്കോ. അച്ഛനും മോളും പൊയ്ക്കോ. സുഭദ്ര, എന്താ നീ പറയുന്നത്? സുഭദ്ര ഒന്നേ പറയുന്നുള്ളൂ, അനിയൻ തിരുമേനിയുമായുള്ള കല്യാണം ഞാൻ നടത്തുമെന്ന്. അച്ഛൻ പറ, ഞാൻ എന്ത് ചെയ്യണം? നാളുകൾ വെച്ച് നോക്കുമ്പോ എന്താ? അല്ല, ചേർച്ചക്കുറവൊന്നുമില്ല. പക്ഷേ ഈ മാസം മുഹൂർത്തമാണ് പ്രശ്നം. ഏതെങ്കിലും കാണും, നോക്ക്. 2 ജാതകത്തിന് ചേരണം, അതാണ് പ്രശ്നം. പിന്നെ ഒരു മുഹൂർത്തം ഉള്ളത് രാത്രിയിലാ. രാത്രി എങ്കിൽ രാത്രി അല്ലേ? സ്ത്രീ ജാതക പ്രകാരം മംഗളകർമ്മങ്ങൾക്ക് അത് അസല. പക്ഷേ തിരുമേനിയുടെ കാര്യത്തില് അത്ര ഇങ്ങോട്ട് പോരാ. ഉള്ള അത്രയൊക്കെ മതി. ആ മുഹൂർത്തം കുറിച്ചതാ. മേടം 11 ചൊവ്വാഴ്ച രാത്രി 8-നും 9-നും മധ്യേ. നാളെ കഴിഞ്ഞ് മറ്റന്നാളോ? അല്ല ജോത്സരെ, അന്നിവിടെ ഉത്സവല്ലേ? അതെ, ഉള്ള മുഹൂർത്തല്ലേ എനിക്ക് പറയാൻ പറ്റൂ. ഒരു താലി കെട്ടുന്ന കാര്യമല്ലേ, ഉത്സവം ഒന്നും പ്രശ്നമല്ല. മാത്രമല്ല, എഴുന്നള്ളിപ്പ് ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നതിന് മുൻപ് കല്യാണം കഴിഞ്ഞിരിക്കുമല്ലോ. ശരിയാ, വെറുതെ വെച്ച് താമസിപ്പിക്കണ്ട. മഹാവൃത്തികെട്ടവൻ ആദ്യം തിരുമേനി. അവനെ പോലൊരു വൃത്തികെട്ടവൻ ഈ ഭൂലോകത്തുണ്ടാവില്ല. അവന്റെ കൂടെ എന്റെ മകളെ അയക്കാന്ന് പറഞ്ഞ. ചേട്ടൻ വിഷമിക്കാതെ. അവൾക്ക് ഇഷ്ടമില്ലാത്തൊരു കല്യാണം ആര് വിചാരിച്ചാലും നടക്കില്ല. എന്നെ സമാധാനിപ്പിക്കാൻ ഇങ്ങനെയൊക്കെ പറയാവുന്നല്ലാതെ. എന്തായാലും ചേട്ടൻ ഞങ്ങളുടെ കൂടെ ഇല്ലേ? പിന്നെന്താ? ഞാനുണ്ടായിട്ട് എന്താ കാര്യം? ശിവ, നിന്നെ അവൾക്ക് ജീവന. അവളെയും കൂട്ടിക്കൊണ്ട് നിനക്ക് എങ്ങോട്ടെങ്കിലും പൊയ്ക്കൂടെ? അതെ, അവളുടെ അച്ഛനാ പറയുന്നത്. പോകാം, പക്ഷെ ഉത്സവം അനിയൻ തിരുമേനി നശിപ്പിക്കും. മാത്രവുമല്ല, അതിനു മുമ്പ് ഇവിടുന്ന് പോയാൽ അയാളെ പേടിച്ചോടിയെന്നേ നാട്ടുകാർ പറയൂ. രാത്രി 8-നും 9-നും ഇടയ്ക്കാ മുഹൂർത്തം. അതുവരെ സമയമുണ്ട്. അത് ശരിയാ, 8 മണി കഴിഞ്ഞിട്ടല്ലേ? അപ്പൊ പിന്നെ ഉത്സവം അയാളെ നശിപ്പിക്കുന്ന പേര് വേണ്ട. കല്യാണത്തിന്റെ കാര്യത്തിൽ പ്രശ്നമൊന്നും വരില്ല. പക്ഷേ അതോടൊപ്പം ഉത്സവം മുടങ്ങണം, അവൻ നാറണം. അതാണ് പ്രധാനം. ഈ നാട്ടിൽ പിന്നെ അവൻ നിൽക്കാൻ സാധിക്കരുത്. ഉത്സവം മുടങ്ങിയാൽ നാട്ടുകാർ അവനെ പിച്ചു കീറും. അതോടെ അവൻ നാട് വിട്ടോടും. അപ്പോഴവന് മനസ്സിലാകും ഈ അനിയൻ തിരുമേനി ആരാണെന്ന്. അവനൊരു പുഴുവല്ലേ തിരുമേനിയുടെ മുന്നില്? ഇത്രയും പറയാൻ എന്തിരിക്കുന്നു? 8 മണിക്ക് തന്നെ കെട്ടു നടക്കും. 8:30 ആകും എഴുന്നള്ളിപ്പ് കഴിഞ്ഞ് ആനകൾ എത്താൻ. ആനകൾ അമ്പലപ്പറമ്പിൽ എത്തുമ്പോൾ കരണ്ട് ഉണ്ടാവരുത്, ഒരു ലൈനിൽ പോലും. എങ്ങനെ? അതായത് ഞാനും പാർവതിയും തമ്മിലുള്ള കല്യാണം കഴിഞ്ഞ് കാറുകൾ പുറപ്പെട്ടാൽ കരണ്ട് പോയിരിക്കണം. മനസ്സിലായോ? ഇക്കാര്യത്തിൽ ഞാൻ നിങ്ങളുടെ കൂടെയാ. എന്റെ എല്ലാവിധ സഹകരണങ്ങളും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. നിന്റെ കാര്യത്തിൽ മാത്രമേ എനിക്ക് സംശയമുള്ളൂ. കുട്ടിമാമ എന്നെ ഒരുമാതിരി ഊശിയാക്കരുത്. കണ്ടാ നീർക്കോഴി പോലെ ഇരിക്കും, അത് വേറെ കാര്യം. അതൊക്കെ പോട്ടെ, കാര്യത്തിന്റെ ഗൗരവം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അത് ഇനി പ്രത്യേകം പറയണോ? ധൈര്യമായിട്ടിരിക്കുക, എല്ലാം ഭംഗിയായിട്ട് നടക്കും. ഈശ്വര, അത് മതി. എനിക്ക് പേടിയാവുന്നു. ചേച്ചി പേടിക്കണ്ട, അച്ഛനും ഞാനും കൂടെയില്ലേ. സമയമായല്ലോ എന്റെ ഭഗവതി.
ഇതൊന്ന് പിടിച്ചോ, മണി 8 പോണു. ഞാനെന്ത് വേണം? ഒന്ന് പോടോ. അയ്യോ ദൈവമേ, ആകെ കുളമാവുന്ന തോന്നുന്നു. ആരെങ്കിലും ഒന്ന് പിടിച്ചോ. 8 മണിക്ക് എന്നെ പെണ്ണു വന്നത്. കാലിയെല്ലാം പൂജിച്ചു വരുമ്പോ മുഹൂർത്തം ആയിക്കോളും. എന്താ ഇപ്പൊ ഇത്ര ധൃതി? 9 മണി വരെ മുഹൂർത്തം ഇല്ലേ? നിങ്ങളിത് എവിടെ പോയി കിടക്കുക? ഞാൻ ആകെ പേടിച്ചു പോയി. ചേട്ടൻ ഒന്നും പേടിക്കണ്ട, നമ്മൾ പ്ലാൻ ചെയ്ത പോലെ എല്ലാം നടക്കും. മുഹൂർത്തത്തിന് നേരമായി. ആ നീർക്കോലി പറഞ്ഞതുപോലൊക്കെ കറക്റ്റായിട്ട് ചെയ്യൂ. പേടിക്കണ്ട, ഒരു കുഴപ്പമുണ്ടാവില്ല. അയ്യോ, എന്താടാ? അവൻ ആനയുടെ മുമ്പിൽ തീവട്ടി പിടിച്ചോണ്ട് നിൽക്കുക. ഓ, ചതിച്ചോ എന്റെ ഭഗവതി. എനിക്കൊന്ന് പിടിക്കാൻ പറ്റും. പോടാ, ഇത് പിടിച്ചാൽ നീ പിരിവ് കൊടുത്തതാണോ? ആ എന്നാ പിടിച്ചോ. കുറച്ചു നേരം കൂടുതൽ പിടിച്ചോണേ. പെണ്ണ് വന്നോട്ടെ. ഇപ്പൊ അവരോട് ചെയ്യാൻ പറഞ്ഞത്. തിരുമേനി, നമ്മുടെ ആരും ഇവിടുന്ന് പോയിട്ടില്ല. കെട്ട് കണ്ടിട്ട് പോകാൻ നിന്നതാ. തിരുമേനി, പാർവതി കാണുന്നില്ല. ഓ, പാർവതി കാണുന്നില്ലല്ലേ? വരുത്താം. സുഭദ്രാമ വിഷമിക്കണ്ട. പിടിച്ചു കേട്ടാ. ഈശ്വര, ഇപ്പോഴാ സമാധാനമായത്. എന്തായാലും ആ കുമാരൻ തക്ക സമയത്ത് അത് ചെയ്തതുകൊണ്ട് നമ്മൾ വിചാരിച്ചതുപോലെ. എന്താ എന്താ? പെണ്ണിനെയും കൊണ്ട് അത്ര എളുപ്പം രക്ഷപ്പെടാമെന്ന് കരുതി അല്ലേ? വെക്കോ. പക്ഷെ അവളുടെ അമ്മയും അനിയത്തിയും ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. അവരെ 2 പേര് ജീവനോടെ വേണമെങ്കിൽ കൊണ്ടുപോയി കൊടുക്കണേ. ഇവിടെ അവൻ തന്നെ കൊണ്ടുവരും. അവൾ മുഹൂർത്തത്തിന് മുൻപ്. ഈ അനിയൻ തിരുമേനി ആണാണെങ്കിൽ അവളെ തന്നെ കെട്ടിയിരിക്കും. കെട്ട് കഴിഞ്ഞാൽ അവനെ കൊണ്ട് തന്നെ ഫ്യൂസ് കുത്തിക്കും. ഉത്സവമെങ്കിലും അലമ്പാവാതിരിക്കാൻ അവൻ കുത്തും. കരണ്ടടിച്ചൊരു മരണം കഷ്ടമാണെന്നറിയാം. പക്ഷേ നിവൃത്തിയില്ലാഞ്ഞിട്ടാ സുഭദ്രാമേ. കല്യാണത്തിനെ എതിർത്ത അമ്മയെയും അനുജത്തിയെയും മനഃപൂർവ്വം ചോക്കടിപ്പിച്ച് കൊന്നു. അവൻ കമ്പി എണ്ണണം. അതിന് ഞാൻ ആലോചിച്ചിട്ട് ഈ ഒരൊറ്റ വഴിയും. ക്ഷമിക്കണം. വരട്ടെ. ഇവനെന്താ തിരിച്ചു വന്നത്? ലക്ഷ്മി, സുഭദ്രാമ എവിടെടാ? പാർവതി എവിടെ? ഇനി പറ, അവരെവിടെ? കെട്ട് കഴിഞ്ഞിട്ട് വാടി. ആരെങ്കിലും പിടിക്കണേ. പിടിച്ചേ, ആരെങ്കിലും ഒന്ന് പിടിച്ചേ.
കണ്ടപ്പോ ഞങ്ങൾ കരിഞ്ഞു പോയി കാണുമെന്ന് വിചാരിച്ചല്ലടാ. ആന വരേണ്ടതും ആൾക്കാർ ഓടി കയറി നീ അറിഞ്ഞില്ല. മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി കഴിഞ്ഞോണം, അല്ലെങ്കിൽ ആടിച്ച് നിന്റെ ആസ്തി ഞാൻ ഊരിക്കളയും. അവരുടെ കല്യാണം നടത്തി കൊടുക്കൂ. ശിവ മോളെ വാ.